رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت حيلتي أدركني يا حبيب الله. بسم الله الرحمن الرحيم. القدير القادر القوي ذو القوة المتين المقتدر العزيز الجبار الشديد القاهر. أنا السلطان إبراهيم اسمه إلى خير البرية انتمائي. ഏറ്റവും ബഹുമാനാദരവുകളുള്ള സദസ്സ് അലങ്കരിക്കുന്ന ബഹുവന്ദ്യരായ പണ്ഡിത ശ്രേഷ്ഠർ, ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായ SSF SYS യൂണിറ്റ് ഭാരവാഹികൾ, പ്രവർത്തകർ, നാട്ടിലെ സ്നേഹാദരവുകളുള്ള കാരണവന്മാർ, പ്രിയങ്കരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹുകൾ പറഞ്ഞ് അല്ലാഹുവിൻ്റെ റസൂൽ ആരാണ് എന്ന് വ്യക്തമായി ഒന്നുകൂടി ഉറപ്പിച്ച് മനസ്സിലാക്കി ആ വ്യക്തിത്വത്തെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് പോകുവാൻ അവസരം നൽകിയിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ സദസ്സിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയിലെ സുഗന്ധം, ലോകത്തിൻ്റെ വസന്തം എന്ന പേരിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം ലോകത്ത് മുഴുവനും എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വിനീതരായ ഞങ്ങൾ, എൻ്റെ സുഹൃത്ത് സൈക്കോ ട്രെയിനർ സലീം മാഷും ഈ വിനീതനും ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പറ്റി ചിന്തിക്കുകയും അതോടനുബന്ധിച്ച് മാസങ്ങളോളം നീണ്ട പഠനങ്ങളിലൂടെയും പണ്ഡിതന്മാരുമായി സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും ചെവി കൊടുത്ത് തിരുത്തലുകൾ നടത്തി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 66ഓളം വരുന്ന ഭൗതിക പ്രത്യേകതകൾ. ഒരു ഭൗതികന്റെ വീക്ഷണത്തിൽ ആരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ലോകർക്ക് ആകമാനം പറഞ്ഞാൽ തിരിയുന്ന രീതിയിൽ ഭൗതിക പ്രത്യേകതകൾ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്നത് കൊണ്ട് മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഇതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വ്യക്തിത്വം, അഥവാ ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല, മറിച്ച് അനന്തവിശാലമായ ഒരു സാഗരത്തിലേക്ക് വിരൽ മുക്കിയപ്പോൾ കിട്ടിയ വെള്ളത്തുള്ളി മാത്രമേ ഇതുകൊണ്ടാകുന്നുള്ളൂ എന്ന് നമുക്ക് ഓരോ പോയിന്റിലൂടെ കടന്നു പോകുമ്പോഴും തിരിയുന്നതാണ്. കാരണം ആ പ്രധാനപ്പെട്ട പ്രത്യേക വിശേഷ ഗുണങ്ങളിൽ, ഭൗതിക പ്രത്യേകതകളിൽ 66 എണ്ണം നാം എടുത്തു പരിശോധിക്കുമ്പോൾ അതിൽ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾ സമർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെയും ചരിത്ര സംഭവങ്ങളിലൂടെയും മറ്റും അതേപറ്റി കൂടുതൽ വാചാലരാകുവാൻ എൻ്റെ പ്രിയപ്പെട്ട സദസ്സിന് പറ്റും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്കറിയാം, ഈ വിഷയങ്ങൾ ഒരിക്കലും തീരുന്നില്ല, പ്രത്യേകതകൾ പറഞ്ഞാൽ ഒടുങ്ങുന്നും ഇല്ല. അങ്ങനെ 66ഓളം ഭൗതിക പ്രത്യേകതകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യ ഭാഗം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലായ കണ്ടന്തറ എന്ന സ്ഥലത്താണ് നടന്നതെങ്കിൽ 3.5 മണിക്കൂർ എടുത്തു സംസാരിച്ചിട്ടും 33 പ്രത്യേകതകളെ അവിടെ തീർന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിച്ചുറപ്പിച്ചിട്ടുള്ള
തിരുനബിയുടെ വ്യക്തിത്വത്തെ ഒന്ന് പൊലിമ കൂട്ടാൻ, ഒരു മാറ്റിലൂടെ ഒന്നുകൂടി ഒന്ന് ആസ്വദിക്കുവാൻ, ഇതിന്റെ കാരണം കൊണ്ട് മനാവിലെങ്കിലും ആ സുന്ദരമായ മുഖം ഒന്ന് നമുക്ക് കാണുവാൻ ഈ സദസ്സിനെ റബ്ബ് സ്വീകരിച്ചാൽ പറ്റും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കുക എന്നതാണ് ഇവിടത്തെ ഉദ്ദേശമെങ്കിൽ ലോകത്തിന്റെ ഇടയിൽ എന്തിനാണ് ഈ ഒരു വിഷയത്തെ പറ്റി നാം സംസാരിക്കുന്നത്? ഇവിടെയാണ് വിഷയത്തിന്റെ രണ്ടാം ഭാഗം കടന്നു വരുന്നത്. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, മഹാനായ ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഇകഴ്ത്തിയ, അധിക്ഷേപിച്ച ഒരു സാഹചര്യത്തിൽ അന്ന് ജീവിച്ചിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ 15ഓളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതിയെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ അധിക്ഷേപിച്ച അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാം വിരുദ്ധനായ ഒരു വ്യക്തി, അദ്ദേഹത്തിനെതിരെ 15ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചതിൽ മഹാനായ ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളും ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഇതിനേറെ പറയുന്നു, വിശുദ്ധ ഇസ്ലാമിലെ നവീനവാദികൾ എന്നവകാശപ്പെടുന്ന ആളുകൾ പോലും തെളിവിന് കൊണ്ടുവരുന്ന ഇബ്നു തൈമിയ്യ പോലും ഈ വിഷയത്തിൽ 15ൽപ്പെട്ട ഒരാളായി ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെതിരെയുള്ള അധിക്ഷേപ ശരങ്ങൾ അത് മുസൽമാന് പുത്തരിയല്ല. തീർച്ചയായും ലോക മുസൽമാന്മാരെ മുഴുവനും എല്ലാ അർത്ഥത്തിലും കരയിച്ച, വിഷമിപ്പിച്ച സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം വളരെയധികം വിഷമം ഈ വിഷയത്തിൽ കടന്നു വരുന്നത് ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഈ കാരുണ്യത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളും രൂപങ്ങളും വളരെ വ്യക്തമായി നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഈ കാരുണ്യത്തിന്റെ പ്രവാചകനെ ഇങ്ങനെ ഇകഴ്ത്തുന്നത് എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ആ ചോദ്യത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ മഹാരഥന്മാരായ ആളുകളിൽ പലരും ഗ്രന്ഥരചന പോലും നടത്തിയ സംഭവങ്ങൾ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പോലും ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായ തീരുമാനമെടുത്ത് ഗ്രന്ഥരചന നടത്തിയ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വിഷമം, ദുഃഖം അത് പ്രകടിപ്പിക്കേണ്ടത് നിങ്ങൾ ഇകഴ്ത്തുന്ന ആൾ ആരാണെന്ന് നിങ്ങൾ ഒന്ന് ശരിക്കും പഠിക്കണം എന്ന നിലയിലാണ്. ഇകഴ്ത്തപ്പെടുന്ന വ്യക്തിത്വത്തെ ഇകഴ്ത്തേണ്ട വ്യക്തിത്വമാണോ എന്നൊന്നുകൂടി പുനർവിചിന്തനം നടത്തുവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന 66ഓളം വരുന്ന ഭൗതിക പ്രത്യേകതകളിൽ ചുരുങ്ങിയതൊരു 33 നാം എടുത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ അത് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പല ആളുകളും സംഘടനകളും മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് ലോകമൊന്ന് പഠിക്കണം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൗതിക പ്രത്യേകതകൾ മനസ്സിലാക്കണം. ഒരു മുസൽമാൻ എന്നല്ല, ലോകത്തിന്റെ ഏതു കോണിൽ ഇരിക്കുന്ന ഏതൊരു ബുദ്ധിജീവിക്കും, ഒരു പക്ഷേ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇതൊന്ന് കേട്ടാൽ ഉൾക്കൊള്ളാൻ പറ്റണം. ഈ വ്യക്തിത്വം ലോകത്ത് മുഴുവനും കൊണ്ടുവന്നിട്ടുള്ളത് കാരുണ്യമാണ്, സന്മാർഗമാണ്. ലോകത്തിന് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ശാസ്ത്രശാഖകളുടെയും ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതല്ല സർവ്വലോക ശാസ്ത്രജ്ഞൻ എന്നൊരു പേര് ഒരു വ്യക്തിത്വത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരേ ഒരു വ്യക്തിത്വത്തിന് മാത്രമേ പറ്റൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം എന്ന് എഴുതി വെക്കുവാൻ നമുക്ക് പറ്റും. കാരണം ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ മൈക്ക് കെട്ടി വിളിച്ചു പറയേണ്ട ഒരു സംഭവവും അല്ല. പറയുന്ന കാര്യങ്ങൾ മുഴുവനും ആധികാരികമായിരിക്കണം, 101% ആധികാരികമായിരിക്കണം. കാരണം എന്തെന്നറിയുമോ, ഇത് നമ്മുടെ ഇടയ്ക്ക് മാത്രം പ്രചരിപ്പിക്കേണ്ട വിഷയം അല്ലാത്തതുകൊണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ടതായതുകൊണ്ട് തീർച്ചയായും 101% ആധികാരികതയോടെ തന്നെ പറയാൻ പറ്റും. നമ്മുടെ ലോകത്ത് നിന്ന് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ശാസ്ത്രശാഖകളുടെയും അടിസ്ഥാന ശില, the fundamental stone എന്ന് പറയുന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ജീവിതത്തിലൂടെയും ലോകർക്ക് പഠിപ്പിച്ചു കൊടുത്ത കർമാനുഷ്ഠാനങ്ങളിലൂടെയും ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത വിവിധ തരത്തിലുള്ള മസ്അലകളിലൂടെയും നമുക്ക് തെളിയിക്കാൻ പറ്റും. നമ്മുടെ മക്കൾ പഠിക്കുന്ന സകലമാന ശാസ്ത്രശാഖകളും അല്ലാഹുവിന്റെ ഹബീബിന് സമ്മാനമായി നൽകപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട്.
നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം, ജിയോളജി, ജിയോഗ്രഫി, ആസ്ട്രോണമി, കോസ്മോളജി, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ എന്നിത്യാദി ഏതൊക്കെ സബ്ജക്റ്റുകൾ ലോകത്ത് എവിടെയൊക്കെ ആരൊക്കെ പഠിക്കുന്നുണ്ടോ ആ പറയപ്പെടുന്ന സബ്ജക്റ്റുകളുടെ, വിഷയങ്ങളുടെ ആധികാരിക ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അള്ളാന്റെ ഹബീബിന്റെ കയ്യിലുണ്ട്. ആ താക്കോൽ അവിടെയാണ്. ആ ഭണ്ഡാരത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ആ വ്യക്തിത്വത്തെ സകലമാന ശാസ്ത്രങ്ങളെയും അരച്ച് കലക്കി കുടിച്ച് കുറിച്ചു വെച്ചിരിക്കുന്ന ആ മഹത് വ്യക്തിത്വത്തെ ആ ഒരു അർത്ഥത്തിൽ നാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ തന്നെ പറയാം, സകല ലോകർക്കും വളരെ അധികം മാതൃകയായിട്ടുള്ള സകലമാന ശാസ്ത്ര ടെക്നോളജികളുടെയും ഉറവിടമായ സർവ്വലോക ശാസ്ത്രജ്ഞനാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു സംശയവും ആ വിഷയത്തിൽ നമുക്കില്ല. എന്നിങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ, അതോടൊപ്പം തന്നെ സാമൂഹിക ശാസ്ത്രം എടുത്തു പരിശോധിച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട നിർബന്ധമായ മേഖലകളെ പറ്റി വ്യക്തമായ പഠനം നടത്തിയിട്ടുള്ള ഒരു മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. നമുക്കറിയാം, 5 നേരം നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ള, അഥവാ ഒരു ദിവസത്തിൽ 5 തവണ സൃഷ്ടാവായ ദൈവത്തിന്റെ മുന്നിൽ കുമ്പിടണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എങ്കിൽ, ആ പറയപ്പെടുന്ന വസ്തുതകൾക്കിടയിലും ആ പറയപ്പെടുന്ന വസ്തുതകൾക്ക് അപ്പുറവും വ്യക്തമായ ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, പെരുമാറ്റ മര്യാദകൾ ലോകർക്ക് മനോഹരമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എങ്കിൽ, സ്വഭാവ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മതമാണെങ്കിൽ, ആരോഗ്യശീലങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മതമാണെങ്കിൽ, വളരെ വ്യക്തമായി വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി നാം എടുക്കണം, എങ്ങനെയാണ് ആ പ്രത്യേക തരത്തിലുള്ള തെറ്റുകൾക്ക് നാം വിധി പറയേണ്ടത്, ഇനി എങ്ങനെയാണ് അത്തരം തെറ്റുകൾ ലോകത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാത്ത നിലയിലേക്ക് ആ തെറ്റുകളെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, വേറെറുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കേണ്ടത് എന്നിത്യാദിയുള്ള സകലമാന സംഭവങ്ങളെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുജീവിതത്തിലൂടെ വളരെ വ്യക്തമായി ലിഖിതമാക്കപ്പെട്ട നിയമങ്ങളിലൂടെ ലോകർക്ക് മുഴുവനും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുസൽമാന്മാർ മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു ഭാഗമല്ല എന്ന് നമുക്കവിടെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ള ഈ വ്യക്തിത്വത്തെ ഇകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും എന്തിനാണ് അത്തരം പരിപാടികളിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന് ലോകത്തോട് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. മറ്റൊരർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുജന്മം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനം കഴിഞ്ഞ് വിശുദ്ധ റബീഉൽ ആഖിറിലേക്ക് നാം കടന്നുവെങ്കിൽ, കഴിഞ്ഞ ആ സന്തോഷ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടും നമുക്ക് ഈ വിഷയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ, തലങ്ങളിലൂടെ നാം ഒന്ന് ചിന്തിച്ചാൽ ഈ വിഷയത്തിന്റെ പ്രസക്തിയെ 2 തരത്തിൽ ഉൾക്കൊള്ളണം എന്നെന്റെ മാന്യ സദസ്സിനോട് ഈ വിനീതൻ ഉണർത്തുകയാണ്. ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത് വചനങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ, ആ തിരുമൊഴികളുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള ഈമാൻ വർദ്ധിപ്പിക്കാൻ, നിലവിലുള്ള ഹുബ്ബ് വർദ്ധിപ്പിക്കാൻ, യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുവാൻ ഈ സദസ്സ് ഉപകരിക്കും എങ്കിൽ അത് ഒന്നാമത്തെ ഗുണമാണ്. 2, ഏതൊരു മനുഷ്യന്റെയും നിർബന്ധ ബാധ്യതയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ഇകഴ്ത്തുന്നത് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത്. ആ പ്രതികരണം ഒരിക്കലും നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാകാൻ പാടില്ല, നിയന്ത്രണങ്ങൾക്ക് അതീതമാകാനും പാടില്ല. എന്തിനും നിയമങ്ങൾക്ക് അധീനപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രകടനമോ അതല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിലുള്ള പ്രസംഗങ്ങളോ ഒക്കെ സ്വീകാര്യ യോഗ്യമാണ്, അനുവദനീയമാണ്. അതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കേണ്ടത് എനിക്ക് തോന്നുന്നു, ഈ വിഷയം അറിയില്ലാത്ത പല ആളുകളും ഇതങ്ങ് കേട്ടു കഴിയുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, കാർട്ടൂണിലൂടെ വരച്ചും നോവിച്ചും സിനിമ പിടിച്ചും വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, അഥവാ ഇതെന്തിനാണ് ഇവർ ഈ പ്രകടനം നടത്തുന്നത് എന്ന് കണ്ടിട്ട് കാണാത്തവർ കൂടി അത് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം വളരെ അടുത്തുണ്ടായെങ്കിൽ ആ വിഷയത്തെ വളരെയധികം ഗൗരവത്തോടെ ഉൾക്കൊണ്ട് ആ വ്യക്തിത്വത്തിന്റെ സകലമാന ഗുണങ്ങളെയും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത് വെറും ഒരു ഭൗതികൻ എന്ന നിലയിൽ മതവുമായി ഒരു ബന്ധമില്ലാത്ത ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന 66 ഭൗതിക പ്രത്യേകതകളുടെ തുടക്കം ഇവിടെ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് 1ാം ഭാഗം മുതൽ നാം അങ്ങോട്ട് ചർച്ച ചെയ്യും. ഓരോ ഭൗതിക പ്രത്യേകതയും ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്, കണ്ടന്തറയിൽ ഈ പരിപാടി ഇബ്നീദിനും സലീം മാഷും കൂടി ഒരുമിച്ച് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നല്ലൊരു ശതമാനം ആളുകൾ അത് എഴുതിയെടുക്കുകയും പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടന്ന നബിദിന റാലിയിൽ പ്ലാക്കാർഡുകളാക്കിക്കൊണ്ട് 66ഓളം പ്രത്യേകതകൾ
പ്രത്യേകതകൾ പിടിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ നടന്നു പോകുന്ന കാഴ്ച കാണുകയും ചെയ്തുവെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഭാവിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനും ഇനി അങ്ങ് പറയാൻ പോകുന്ന 33ഓളം പ്രത്യേകതകളെ നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായും ഈ സദസ്സിന്റെ തുടക്കം ഇതിന്റെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇങ്ങനെ ഒന്ന് വേണം എന്ന് ഏറ്റവും ആദ്യമായി ആവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം മാഷാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇതങ്ങ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഒന്നാമത്തെ ചിന്ത കടന്നു വന്നത് സലീം മാഷിന്റെ തലച്ചോറിലാണെങ്കിൽ അള്ളാഹു ആ തലച്ചോറിന് വലിയ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ലോകത്തിന് മുഴുവനും ഗുണം കിട്ടുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയത്തെ പരാമർശിച്ചു എന്ന കാരണം കൊണ്ട് ഇത് സംഘടിപ്പിച്ചവർക്കും ഈ വിഷയത്തിൽ കഷ്ടപ്പെട്ടവർക്കും അതോടൊപ്പം പ്രസംഗിക്കുന്ന നമുക്കേവർക്കും കേൾക്കുന്ന നമുക്കേവർക്കും ഈ വിഷയത്തിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഏവർക്കും അള്ളാഹിന്റെ ഹബീബിന്റെ ശുറഫാക്കപ്പെട്ട ആ കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ സ്വർഗത്തിൽ അല്ലാഹു വലിയ അവസരം നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഒന്നാം ഭാഗം മുതൽ ഏതാനും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുവാൻ സന്തോഷത്തോടെ സദസ്സിന്റെ അനുമതിയോടെ സുഹൃത്ത് സലീം മാഷിനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാം ഭാഗം മുതൽ നമ്മുടെ ചർച്ച ഇവിടെ തുടങ്ങുകയാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ സദസ്സ് തുടക്കം എനിക്ക് തോന്നുന്നു നമുക്കറിയാം, ഇത് വെറുതെ ഒരു പഠനത്തിന്റെ സദസ്സ് മാത്രമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ കുറവായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഹബ്ബ് കൊണ്ട് എത്തിയിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ കൂടുതലും. എനിക്ക് തോന്നുന്നു നമുക്കിതിന്റെ യഥാർത്ഥ ബറക്കത്തെടുത്ത് തന്നെയാകും മുൻപോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇരിക്കുന്ന എല്ലാവരും ഒരു അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സ്വലാം അങ്ങ് പറഞ്ഞ് മനോഹരമായിട്ട് അങ്ങ് തുടങ്ങാം എന്നാണ് തോന്നുന്നത്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا إله إلا الله المتكلم. يا صاحب الوقت جبهتي تحت نعالكم عيضوا بحكم نعابة عنكم وصاحب. الصلاة والسلام عليك سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശുദ്ധ ദീനിന്റെ കാവൽ ഭടന്മാരായ ദീനിന്റെ പ്രകാശഗോപുരങ്ങളായ പണ്ഡിതന്മാരെ, സദസ്സിലും സ്റ്റേജിലുമുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സയ്യിദന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെയും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ റിയാസ് സാഹിബ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര ആദർശ ബന്ധുക്കൾക്ക് വിശുദ്ധ ദീനിൻ്റെ
സ്നേഹ അഭിവാദനങ്ങൾ. സൂര്യപ്രകാശത്തിന്റെ പ്രഭയിൽ വിളറി പൂണ്ട ചില ആളുകൾ കയ്യിൽ കിട്ടിയ കല്ലുകളും മാലിന്യങ്ങളും എടുത്ത് സർവശക്തിയും ഉപയോഗിച്ച് അതിലേക്ക് വളരെ ശക്തിയിൽ എറിഞ്ഞുകൊണ്ടിരുന്നു. 14 നൂറ്റാണ്ടുകളായി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എറിയുന്നവരും അതിന് പ്രോത്സാഹനം നൽകുന്നവരും തളരുക എന്നല്ലാതെ സൂര്യപ്രകാശത്തിൻ്റെ പ്രഭയിൽ ഒരു മാറ്റവും വരുത്തുവാൻ ആർക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. സിനിമ, അതിനു മുമ്പ് കാർട്ടൂൺ, ഇന്നസെൻസ് ഓഫ് ബില്ലാദൻ എന്ന പേരിൽ ആദ്യം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന പേരിൽ മാറ്റി കുറിക്കപ്പെടുകയും ചെയ്ത ഒരു സിനിമ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിൽ അഭിനയിച്ച ഗാർഷ എന്നുള്ള നടി പറയുന്നത്, ഒരിക്കലും അതിൽ കേൾക്കുന്ന ശബ്ദം ഞങ്ങളുടെ ശബ്ദം അല്ല, അതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എൻ്റെയോ എൻ്റെ സഹനടൻ്റെയോ ശബ്ദമല്ല, ഞങ്ങൾ ഇസ്ലാമിനെതിരെ ഒരു സിനിമ അഭിനയിച്ചിട്ടില്ല. പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരാണ് ഈ സിനിമ നിർമ്മിച്ചത്? ആർക്കും അറിയില്ല. ഡേസേർട്ട് വാരിയർ എന്ന പേരിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ സിനിമ, അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ അതിൻ്റെ രൂപവും ഭാവവുമെല്ലാം മാറ്റിക്കൊണ്ട് യൂട്യൂബിലിട്ടു, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെയാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതിൻ്റെ നിർമ്മാതാവെന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഉള്ള മറുപടി ഒരു താടിക്കാരൻ. ആരാണ് ആ താടിക്കാരൻ? ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല. സാംബാസിലെ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ നിർമ്മാതാവെന്ന് ചിലർ പറഞ്ഞു. ഒരു ജൂത കോടീശ്വരൻ അദ്ദേഹത്തിന് $50 കോടി നൽകിയെന്നും കേൾക്കുന്നു. യാഥാർത്ഥ്യം അള്ളാഹുവിനറിയാം. പക്ഷേ ഇതുകൊണ്ട് ചിലർ ഉദ്ദേശിച്ചിരുന്നു വിശുദ്ധ ദീനിന്റെ സുന്ദരമായ മുഖത്ത് കരി തേക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഒരുപാട് അക്രമങ്ങൾ ലോകത്ത് നടന്നു. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിലൂടെ യഥാർത്ഥ ഹുബ്ബ് മനസ്സിലുള്ള ആളുകൾ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്ലക്കാർഡ്, എഴുതിക്കൊണ്ടുള്ള പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ ജ്വലിക്കുന്ന ഹൃദയവുമായി ഒരുപാട് മുഅ്മിനീങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. അത് ഞങ്ങൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണെന്ന് സമർത്ഥിക്കുവാനുള്ള തന്ത്രപരമായ ശ്രമങ്ങൾ നടത്തി. എന്നാൽ സിനിമയിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയം അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എന്താണ് പറഞ്ഞത്? ഒരുപാട് വിശദീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു സിനിമയുടെ കഥകളൊക്കെ. പക്ഷേ സമയക്കുറവ് മൂലം ചുരുക്കുകയാണ്. എന്താണ് സിനിമയുടെ പരാമർശം? ഒന്ന്, ഈ വിശുദ്ധ മതം ഇസ്ലാം എന്ന് പറയുന്നത് യുദ്ധക്കൊതിയന്മാരുടെ മതമാണ്. യുദ്ധം ചെയ്ത് പ്രചരിപ്പിച്ചൊരു മതമാണ്. ഇസ്ലാമിനെ വളരെ മൃഗീയമായ രൂപത്തിൽ ആളുകളെ പീഡിപ്പിക്കുവാൻ പ്രേരണ നൽകുന്ന ഒരു മതമാണെന്ന് ആ സുന്ദരമായ മുഖത്തെ വികൃതമാക്കാൻ ശ്രമിച്ചു. ഇതിന് ഞങ്ങൾ ഒരു മറുപടിയും പറയുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. ഇസ്ലാമിക യുദ്ധം പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ നോക്കൂ. ഹിജ്റ 2-ാം വർഷം, ഹിജ്റ 3-ാം വർഷം, ഹിജ്റ 5-ാം വർഷം. മക്കയിലാണ് ശത്രുക്കളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുള്ളത് മദീനയിലാണ്. മദീനയിൽ നിന്ന് യുദ്ധം നടന്ന സ്ഥലത്തേക്കുള്ള ദൂരവും മക്കയിൽ നിന്ന് യുദ്ധം നടന്ന സ്ഥലത്തേക്കുള്ള ദൂരവും നോക്കിയാൽ ശത്രുക്കൾ ഇങ്ങോട്ട് വന്നാണോ യുദ്ധം ചെയ്തത്, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടേക്ക് പോയിട്ടാണോ യുദ്ധം ചെയ്തതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ യുദ്ധം മക്കയിൽ നിന്നും 220 മൈൽ, മക്കയിൽ നിന്നും 220 മൈലാണ് ബദർ എന്ന് പറഞ്ഞ യുദ്ധം നടന്ന സ്ഥലത്തേക്കുള്ള ദൂരം. 220 മൈൽ. മദീനയിൽ നിന്നും ബദറിലേക്കുള്ള ദൂരം വെറും 30 മൈൽ മാത്രം. അപ്പോൾ അങ്ങ് ഇങ്ങോട്ട് വന്നതാണോ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണെന്ന് വ്യക്തമാണ്. മക്കക്കാരായ ശത്രുക്കൾ ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും മദീന ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്ന് നമുക്ക് വ്യക്തമാകും.
മക്കയിൽ നിന്ന് 220 മൈൽ, മദീനയിൽ നിന്ന് വെറും 30 മൈൽ. ഇനി അടുത്ത യുദ്ധം ഉഹുദ് നോക്കൂ. മക്കയിൽ നിന്നും ഉഹുദിലേക്കുള്ള ദൂരം 247 മൈൽ. 247 മൈൽ മക്കയിൽ നിന്നും ഉഹുദിലേക്കുള്ള ദൂരം. മദീനയിൽ നിന്നും ഉഹുദിലേക്കുള്ള ദൂരമോ വെറും 3 മൈൽ മാത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പ്രതിരോധത്തിന് വേണ്ടി ഒരു 3 മൈൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇത്രയും 247 മൈൽ ശത്രുക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയായിരുന്നു. അടുത്ത് ഹിജ്റ 5-ാം വർഷം നടന്ന യുദ്ധം, ഖന്തഖ് യുദ്ധം. മക്കയിൽ നിന്നും ഖന്തക്കിലേക്കുള്ള ദൂരം 250 മൈൽ. മദീനയിൽ നിന്നും ഖന്തക്കിലേക്കുള്ള ദൂരം 0. മദീനയിൽ തന്നെയാണ് ഖന്തഖ് കടക്കുന്നത്. ഇനി ഒരു വിശദീകരണത്തിനും ആവശ്യമില്ല. വിശുദ്ധ ദീനുൽ ഇസ്ലാം അത് മക്കക്കാരെ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നില്ല. പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണിത്. ഇനി മറ്റുള്ള യുദ്ധങ്ങളും ഒരുപാട് കാരണങ്ങൾ നമുക്ക് നിർത്താൻ പറ്റും. വെറും പ്രതിരോധത്തിന് വേണ്ടി മാത്രം 1000 ചില്ലാണം പേരാണ് ഈ നടന്ന സർവ്വ യുദ്ധത്തിലും കൂടെ മരിച്ചത്. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് നടന്ന യുദ്ധങ്ങൾ എത്ര പേരാണ് മരിച്ചത് എന്ന് ചരിത്ര വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ഈ ഒരു മറുപടി മാത്രമേ ഇപ്പോൾ ഞങ്ങൾ നൽകുന്നുള്ളൂ. രണ്ടാമത്തെ ആരോപണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീലമ്പടൻ. ഹബീബായ റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ വിവാഹത്തിന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ ആ പാതകം പിടിച്ച് ചുംബിച്ചു പോകും. സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ള സമയത്ത് അവിടുന്ന് വിവാഹം ചെയ്തത് 2 പേര് വിവാഹം ചെയ്ത് വിധവയാക്കപ്പെട്ട ഒരു കുട്ടിയുടെ മാതാവുമായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ 40 വയസ്സുള്ള സമയത്ത്. 40 വയസ്സ് ഖദീജ ബീവിക്ക്, 25 വയസ്സ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മക്കയിൽ യുവതികൾ വേറെ ഇല്ലായിരുന്നു? ഖദീജ ബീവിയെ വളരെ സുന്ദരിയായി ചരിത്രം പരിചയപ്പെടുത്തുന്നില്ല. വല്ലാത്ത സൗന്ദര്യത്തിനുടമയാണെന്ന് ഖദീജ ബീവിയെ കുറിച്ച് ആരും പാട്ട് പാടിയിട്ടില്ല. എന്നിട്ട് കേൾക്കണം, അതല്ല ഇവിടെ പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, പ്രവാചകത്വം ലഭിച്ചു. ആ പ്രവാചകത്വം ലഭിച്ചിട്ട് ഖദീജ ബീബിയോട് പറയാമായിരുന്നു, എനിക്ക് വേറെയും യുവതികളെ വിവാഹം ചെയ്യാം ഖദീജ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രവാചകൻ പറയുന്നത് ഖദീജ ബീബി തീർച്ചയായും സ്വീകരിക്കും. ചെയ്തോ? ഇല്ല. ഖദീജ ബീബി വഫാത്താകുന്നത് വരെ മറ്റൊരു വിവാഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നില്ല. എപ്പോഴാണ് രണ്ടാമത്തെ വിവാഹം നടക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി 52ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് രണ്ടാമത്തെ വിവാഹം നടക്കുന്നത്. ആരെയാണ് രണ്ടാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്? പഠിക്കണം, മുസ്ലിങ്ങൾ പോലും പഠിച്ചിട്ടില്ല ഇത്. അതാണ് രസം. നമ്മളിൽപ്പെട്ട പലരും, ഭൂരിപക്ഷം ആളുകളും പഠിച്ചതായിരിക്കാം, നമ്മളിൽപ്പെട്ട പലരും ഇതറിയുന്നില്ല. റസൂൽ അങ്ങനെ കുറെ വിവാഹങ്ങൾ ചെയ്താണ് എല്ലാവരും ധാരണ. രണ്ടാമത് വിവാഹം ചെയ്ത ആരെയാണ്, എന്തിനാണ്? ഖദീജ ബീബി അവിടുത്തെ ഭാര്യ വഫാത്താകുന്ന സമയത്ത് അവിടത്തേക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നു, 6ഓളം സന്താനങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. വീട്ടിൽ ഈ 6 മക്കളെയും നോക്കി നിന്നാൽ ഈ രാഷ്ട്രത്തിന്റെയും ലോകത്തിന്റെയും ആര് നിയന്ത്രിക്കും? മനസ്സിലാക്കണം. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മറ്റൊരു വിവാഹം ചെയ്യണം. ആരെയാണ് രണ്ടാമത് വിവാഹം ചെയ്തത്? പഠിക്കട്ടെ ചരിത്രം. സക്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൗദാ ബീബി റളിയല്ലാഹു അൻഹ ശോഷിച്ച, വാർദ്ധക്യത്തിലേക്ക് കടന്ന, അബ്സീനയിലേക്ക് ഹിജറ പോയി തളർന്ന, ആരാരും നോക്കാനില്ലാത്ത പാവപ്പെട്ടൊരു വനിത. ആ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന പാവപ്പെട്ട വനിതയാണ്, സൗദാ ബീബിയാണ്. കറുത്ത് കാണാനൊന്നും ഒരു സൗന്ദര്യമില്ല എന്ന് ചരിത്രം വ്യക്തമായി പറഞ്ഞ സൗദാ ബീബിയാണ് രണ്ടാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. ഇനി നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കൂ സഹോദരന്മാരെ, എത്ര കന്യകമാരെ, മറ്റുള്ളവർ വിവാഹം ചെയ്യാത്ത എത്ര പേരെ റസൂലുള്ളാഹി വിവാഹം ചെയ്തത് നോക്കൂ. ഖദീജ ബി വിധവ, സൗദാ ബി വിധവ, ആയിഷ ബി മാത്രമേ ഒരു കന്യകയുള്ളൂ. ബാക്കി മുഴുവൻ ആളുകളും വിധവ, ഒരു വിവാഹമോചിത. ഇതാണ് അവിടുത്തെ ഭാര്യമാർ. പഠിക്കൂ, അവിടുന്ന് എന്തിനായിരുന്നു വിവാഹം ചെയ്തത്?
അവിടുന്ന് വിവാഹം ചെയ്തതിന് പിന്നിൽ നോക്കൂ, ബുദ്ധിയുള്ള ഏത് മനുഷ്യനും കണ്ടുകൂടെ? എല്ലാം വിധവ. കണ്ടില്ലേ സ്ഥിതി? ഒരു വിവാഹമോചിത, ഒറ്റ കന്യക. അതൊരു വല്ലാത്ത കന്യക തന്നെയാണ്. വളരെ പ്രായം കുറവുള്ള സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ലോകത്തിന് മുഴുവൻ അവിടുത്തെ രഹസ്യ ജീവിതം സമർപ്പിച്ചത്. എങ്ങനെയായിരുന്നു അവിടുന്ന് വിവാഹ ജീവിതം നയിച്ചിരുന്നത്, എങ്ങനെയാണ് രഹസ്യ ജീവിതം നയിച്ചിരുന്നത് എന്ന് വ്യക്തമായി ലോകം പഠിച്ചത് ആയിഷ ബീബിയിലൂടെയും സൗദാ ബീബിയിലൂടെയുമാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് ഇത്രയും സ്ത്രീകൾ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ കുടുംബജീവിതം നയിക്കേണ്ടത്? ഇത് പഠിപ്പിക്കേണ്ട ലോകത്തിന്. അതിനൊരു പെണ്ണ് മതിയോ? ആയിരക്കണക്കിന് മസ്അലകൾ, ഇസ്ലാമിക വിധികൾ ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലൂടെ, ഈ പ്രവാചക വനിതകളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ലോകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ മസ്അലകളും ഈ ഇസ്ലാമിക വിധികളും ഒരു പെണ്ണ് കണ്ടതല്ല മറ്റൊരു പെണ്ണ് കാണുക. അതിനൊരു പെണ്ണ് മതിയാകില്ല. അവിടുന്ന് എങ്ങനെയാണ് വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം നയിച്ചത്, എങ്ങനെയാണ് അവിടുന്ന് കുളിച്ചത്, എങ്ങനെയാണ് അവിടെ കിടന്നത്, എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയത്, അതൊക്കെ എങ്ങനെ നമ്മൾ പറയുമ്പോൾ കരഞ്ഞ് ഹൃദയം പൊട്ടിപ്പോകും. അവിടെ നോട്ട മത്സരം നടത്തിയില്ലേ അവിടുത്തെ ഭാര്യയോടുകൂടെ? ഏറ്റവും വലിയ മാന്യൻ, ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചരിത്രത്തിലെ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിത് ചില ഡിബേറ്റ് രൂപത്തിൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അപ്പോ രംഗം വഷളാകുമെന്ന് കരുതി ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മഹാപ്രപഞ്ചത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒന്നും സീറോ ആയി പോവുകയാണ്. എന്താണ് കേൾക്കുന്നത്, എന്താണ് പഠിക്കുന്നത്? പലതും ഞങ്ങൾ കാണിക്കാൻ പോകുന്നു, പലതും കാണിക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഈ കാരണം കൊണ്ട് എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാവരുടെയും കൽബിൽ അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു കാമിലാക്കി തരുമാറാകട്ടെ. അവിടുത്തെ ശരിയായ രൂപത്തിൽ പഠിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി 66 പ്രത്യേകതകൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ 66 പ്രത്യേകതകളിൽ എത്രത്തോളം റബ്ബെ അവിടെ പറയാനാകും എന്നുള്ള കാര്യത്തിൽ വളരെ ആശങ്കയിലാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നിടത്തോളം പറയാം. 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ തിരുജീവിതം രേഖയായതുപോലെ ലോകത്തൊരൊറ്റ നേതാവിന്റെയും ജീവിതം രേഖയല്ല. അവിടുന്ന് എങ്ങനെയാണ് ഉറങ്ങിയത്, എങ്ങനെയാണ് ഉണർന്നത്, എങ്ങനെയാണ് സമൂഹ ജീവിതം നയിച്ചത്, ഓരോന്നും അവിടുന്ന് എങ്ങനെയാണ് ചിരിച്ചത്, എങ്ങനെയാണ് രാഷ്ട്രഭരണം നടത്തിയത്, എങ്ങനെയാണ് സമൂഹത്തോട് വർത്തിച്ചത്, പലതും പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് പറയുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഒരു മനുഷ്യന് മാതൃക എല്ലാം എന്തൊരു വിഷയം നിങ്ങൾ പറഞ്ഞോ ആ വിഷയത്തിലൊക്കെ അവിടുന്ന് മാതൃകയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എന്തിനാണത് രേഖപ്പെടുത്തിയത് പോലും നമുക്കറിയില്ല. ഒരു സ്ഥലത്ത് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലീഫ് എന്ന കുതിര ഞങ്ങളെ തോട്ടത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് രേഖപ്പെടുത്തി നമുക്കറിയില്ല. എന്തിനാണത് രേഖപ്പെടുത്തി നമുക്കറിയില്ല. ഹലീഫ് എന്ന കുതിര തോട്ടത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെന്ത് പാഠമാണല്ലോ അല്ലാഹു അലം, അതുവരെ രേഖയാണ്. മറ്റൊരു സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതുഭാഗത്ത് തലയണി വെച്ച് ചാരിയിരിക്കുന്നത് ഞാൻ കണ്ടു. അതെന്തിനാണ് രേഖപ്പെടുത്തിയത് നമുക്കറിയില്ല. എല്ലാം രേഖയാണ്, എല്ലാം രേഖയാണ്. അവിടുന്ന് എന്തൊക്കെ ജീവിതത്തിൽ ചെയ്ത ഫുൾ അവിടുന്ന് രേഖയാണ്. എത്ര നേതാക്കന്മാർ ലോകത്ത് കഴിഞ്ഞുപോയി. ഇത്രയും സ്പഷ്ടമായി ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? തീർന്നില്ല. രേഖപ്പെടുത്തി വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ താടിയിൽ എത്ര നരച്ച രോമം ഉണ്ടായിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ രേഖയാണ്. ഇങ്ങനെ ഇത്രത്തോളം രേഖയായൊരു നേതാവ് ലോക ചരിത്രത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളിത് വെറുതെ അങ്ങ് പറയുന്നതല്ല. ചരിത്രപരമായ ഇന്ന് ലഭ്യമായ പല സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. മറ്റൊരാളുടെയും ജീവിതം അങ്ങനെയില്ല. തീർന്നില്ല. ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ, തീർന്നില്ല. അവിടുത്തെ ചരിത്രം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അവിടുത്തെ പേരിൽ എത്ര പേര് അന്നുണ്ടായിരുന്നു, അവിടെ ചരിത്രം എന്താണ്, അതുവരെ രേഖയാണ്. അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് ലോകത്ത് മുമ്പ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മുമ്പ് ആർക്കും ആ പേരില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ തൊട്ട മുമ്പായി നിരവധി മുഹമ്മദുമാർ ലോകത്ത് വന്നു. ലോകത്ത് ആദ്യത്തെ മുഹമ്മദ് ആരാണ്? ആദ്യമായി അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് ആരാണ്? ഉഹൈഹ എന്ന പേരിലുള്ള ഒരു സഹോദരന്റെ മകനാണ് ആദ്യത്തെ മുഹമ്മദ്.
എന്താണ് അങ്ങനെ മുഹമ്മദ് എന്ന് പേരിടാൻ കാരണം? ഉഹൈഹ എന്ന പേരിലുള്ള ഈ സഹോദരന്റെ സുഹൃത്താണ് മദീനയിലുള്ള ഒരു ജൂത പണ്ഡിതൻ, ജൂത മതത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് എന്ന പേരിലുള്ള പ്രവാചകൻ വരാൻ ആയിരിക്കുന്നു, അത് മക്കയിലാണ് ജനിക്കുക. ഉടൻ തന്നെ ഉഹയ്യ ഓടിച്ചെന്നുകൊണ്ട് തന്റെ പ്രസവിച്ച കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. ആ അന്ത്യപ്രവാചകൻ എന്റെ മകനാകട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തീർന്നില്ല, ഇങ്ങനെ എല്ലാവരും അറിയാൻ തുടങ്ങി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ലോകത്ത് വിളംബരം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ജനിക്കുന്ന കുട്ടികൾ ഏകദേശം മുഹമ്മദായി മാറി. 15ഓളം മുഹമ്മദുമാർ അന്ന് മക്കയിലും ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. 15 മുഹമ്മദുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് 15 മുഹമ്മദുമാർ. തീർന്നില്ല, ഈ മുഹമ്മദുമാരുടെ ചരിത്രം ഇന്ന് ലഭ്യമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ ഈ വിഷയത്തിൽ മാത്രം ഒരു കിതാബുണ്ട്. ആ നേതാവിനെ മാത്രമല്ല, നേതാവിന്റെ പേരിൽ അക്കാലത്ത് ആരൊക്കെ ജീവിച്ചോ അവരുടെ ചരിത്രം വരെ രേഖയാണെങ്കിൽ ഇതൊന്നും അത്ഭുതമാണ് സഹോദരന്മാരെ. ഇതുപോലൊരു ചരിത്ര പുരുഷൻ ലോക ചരിത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇനിയും ആ വിഷയ സംബന്ധമായി ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നിവേദനം ചെയ്ത ആളുകളുടെ ചരിത്രം മനസ്സിലാക്കണേ, അതുവരെ രേഖയാണ്. റസൂലുള്ളാഹിയുടെ ചരിത്രം മാത്രമല്ല, അവിടുത്തെ ചരിത്രം നിവേദനം ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ ചരിത്രം വരെ രേഖയാണ്. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത്യത്ഭുതപ്പെട്ടു പോകുന്ന പല സംഗതിയും ഇതിലുണ്ട്. എന്താണ്? അവിടുത്തെ അവസാനത്തെ ഹജ്ജ് കർമ്മം, ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്ത 1,00,000 ചില്ലാനം സഹാബത്ത്. ഈ സഹാബത്തിൽ 13,000 സഹാബത്ത്. മനസ്സിലാക്കണം, ഇതൊരു പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വേദിയായതുകൊണ്ട് സുഖകരമായി ചിലപ്പം പലതും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്ത 1,00,000ഓളം സഹാബത്തിൽ 13,000 സഹാബത്തിന്റെ ചരിത്രം, അവര് 13,000 സഹാബത്തും അവിടുത്തെ ചരിത്രം ഏകദേശം സമ്പൂർണമായി മറ്റുള്ളവർക്ക് സമർപ്പിക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു. എന്നാൽ അത്ഭുതമല്ല, ആ 13,000 സഹാബത്തിന്റെ ചരിത്രവും ഇന്ന് ലഭ്യമാണ്. തീർന്നില്ല, ഇനി പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം കേട്ടോ, കേട്ടവരിൽ നിന്ന് കേട്ടോ, റിപ്പോർട്ട് ചെയ്ത ആളുകൾ, അവർക്ക് അസ്മാഉ റിജാൽ എന്നാണ് പറയുക. സർ വില്യം വീറിനെപ്പോലുള്ള ആളുകളൊക്കെ ഇതിന്റെ മുന്നിൽ അങ്ങനെ അമ്പരന്ന് പോയാണ്. ഇതെന്തൊരു ചരിത്രമാണ്! അത് ചരിത്രം പഠിക്കുന്നവർക്ക് ആ അത്ഭുതം മനസ്സിലാക്കാൻ പറ്റൂ. കാരണം നമ്മൾ കേവലം ചില വിഷയങ്ങൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താണ്? കേട്ടോളൂ. അസ്മാഉ റിജാൽ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? അതാണ് രസം. പല പണ്ഡിതന്മാരുമായി വിഷയം ചർച്ച നടത്തി അവസാനം അസ്മാഉ റിജാലിനെ പ്രതിപാദിക്കുന്ന കിതാബുകൾ ഏകദേശം 200ഓളം ഉണ്ടെന്നാണ് ഞങ്ങൾ അന്വേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ട്. 200ഓളം അസ്മാഉ റിജാൽ പ്രതിപാദിക്കുന്ന കിതാബുകൾ. എത്ര അസ്മാഉ റിജാൽ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിവേദനം ചെയ്ത എത്ര ചരിത്ര നിവേദകന്മാരുണ്ട്? കേട്ടോളൂ, 5 ലക്ഷത്തോളം ചരിത്ര നിവേദകന്മാർ. സുബ്ഹാനല്ലാഹ്, 5 ലക്ഷത്തോളം ചരിത്ര നിവേദകന്മാരുടെ ചരിത്രം ഇന്ന് ലഭ്യമാണെങ്കിൽ സർ വില്യം മ്യൂറിനെ പോലുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇതുപോലൊരു ചരിത്രഗ്രന്ഥം ഇസ്ലാമിന്റെ കയ്യിലല്ലാതെ ലോകത്തൊരു മനുഷ്യന്റെ കയ്യിലുമില്ല. വെറുതെ പറയുകയല്ല. അപ്പോളജി ഫോർ മുഹമ്മദ് ആൻഡ് ഖുർആൻ, അതാ സ്ക്രീനിൽ കാണുന്നത്. an apology for മുഹമ്മദ് ആൻഡ് ഖുർആൻ എന്ന പുസ്തകം ഡേവൻപോർട്ട്, ജോൺ ഡേവൻപോർട്ടിന്റെ രചനയാണ്. അദ്ദേഹം അതിൽ പറയുന്നു, കേട്ടോ, ആരുടെ ചരിത്രവും തന്നെ മുഹമ്മദിന്റെ ചരിത്രത്തെ പോലെ വിശദവും സമ്പൂർണവും സത്യസന്ധവുമായി ലഭിക്കുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രം പഠിച്ച ആളാണ് അയാൾ, ശരിക്ക് വ്യക്തമായി പറയുന്നു. അതേപോലെ തന്നെ ഈ വിഷയ സംബന്ധമായി ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഒരൊറ്റൊരു സൂചന മാത്രം നൽകി. ഈ സയ്യിദ് ഇബ്രാഹിമിന്റെ ഒരു പുസ്തകമുണ്ട്, സയ്യിദ് ഇബ്രാഹിമിന്റെ പ്രവാചക ചരിത്രം പറയും. തമിഴിലാണ് ആ പുസ്തകം എഴുതി. പക്ഷേ തമിഴിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നബി ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ആ പുസ്തകത്തിന്റെ മുഖദ്ദിമയിൽ സയ്യിദ് ഇബ്രാഹിം പറയുന്നു, അസ്മാഉ റിജാൽ എന്ന ഗ്രന്ഥത്തെ പോലെയുള്ള അത്യത്ഭുതകരമായ ഒരു കൃതി ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പ് ആരുടെ വക്കലും ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ മറ്റാരുടെ വക്കലും അത്തരം ബൃഹച്ചരിത്രം ഉണ്ടായിട്ടുമില്ല. ഈ ഗ്രന്ഥം വഴി 5 ലക്ഷം ജനങ്ങളുടെ ചരിത്രം നമുക്കറിയുവാൻ സാധിക്കുന്നു.
എന്നൊരു ജർമ്മൻ ഗവേഷകനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. തീർന്നില്ല, തിരുമേനിയുടെ ചരിത്രം പരിപൂർണവും യാഥാർത്ഥ്യവുമാണെന്നതിന് ഈ 5 ലക്ഷം മഹാത്മാക്കളും സാക്ഷികളാണ്. 5 ലക്ഷം മഹാത്മാക്കൾ സാക്ഷികളായ ചരിത്രമാണ് അള്ളാന്റെ ഹബീബിന്റെ ചരിത്രം. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചരിത്രത്തിൽ അദ്ദേഹം വലതുവശത്ത് തുപ്പിയിട്ടുണ്ടെങ്കിൽ പോലും, ഇസ്ലാമിൽ കറാഹത്തായ വിഷയമാണ് വലതുവശത്ത് തുപ്പുക എന്നുള്ളത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം ചെറിയൊരു കറാഹത്ത് ചെയ്തിട്ടുണ്ട്. അത്രയും കണിശമായി അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ, ഈ അസ്മാഉ റിജാലിന്റെ വെറുതെ അങ്ങ് ചരിത്രം എഴുതിയല്ല, അവര് എങ്ങനെയാ, എന്തൊക്കെയാണ് അവിടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് പേജ് കണക്കിനാണ് ഉദ്ധരിക്കുന്നത് ഓരോരുത്തരുടെ ചരിത്രവും. എൻ്റെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, മുസമ്മിൽ എന്ന് പറഞ്ഞുള്ള സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചു, സർ ഈ 5 ലക്ഷം ആളുകളെ പേരെഴുതാൻ എത്ര സ്ഥലം വേണം? മനസ്സിലാക്കണം, ലോകത്ത് ആരുടെ ചരിത്രമാണ് സുഹൃത്തുക്കളെ ഇതുപോലെ ഇത്രയും സ്പഷ്ടമായി നമുക്ക് ലഭിക്കുക? ആരുടെ ചരിത്രമാണ്? കാരണം ഇവിടെ നമ്മൾ പഠിക്കാതിരിക്കാനുള്ള നല്ലൊരു കാരണം, മലയാളത്തിൽ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. രചിക്കപ്പെട്ടത് തന്നെ വളരെ ചെറുതാണ്. ഇതെന്താണെന്നറിയുമോ? ഇത് മുസ്ലിങ്ങളാരും രചിച്ച ഗ്രന്ഥമല്ല. ഇതൊന്നും കേരളത്തിൽ നമ്മുടെ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഗ്രന്ഥവുമല്ല. ഇത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇറക്കിയ ദ കാംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്നുള്ള പുസ്തകമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം ഇസ്ലാമിക് ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ട് എത്ര വാള്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിൽപ്പെട്ട 2B എന്ന് പറഞ്ഞൊരു വാള്യാണ് 2B. ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനത്തെ 5 വാള്യം ഉണ്ട്. ഇങ്ങനത്തെ 5 വാള്യം അവിടെ ഉണ്ട്. ഇനിയും നിരവധി വാള്യങ്ങളുണ്ട്. അവിടെ 5 ഉള്ളൂ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇറക്കിയതാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്നാൽ മലയാളത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണിത് കേട്ടോ. പ്രവാചകന്റെ സമ്പൂർണ്ണ ചരിത്രം 10 രൂപ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പണമുണ്ടാക്കാൻ വല്ല മാർഗവും നോക്കിക്കൂടെ മനുഷ്യന്മാരെ? അള്ളാഹുവിന്റെ ഹബീബിനെ ഇത്രത്തോളം മികയ്ത്താൻ പിന്നെ വേറെന്താണുള്ളത്? റസൂലുള്ളാഹിന്റെ ചരിത്രം 10 രൂപയുടെ പുസ്തകത്തിൽ ഇത്ര. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒന്നല്ല. എല്ലാവർക്കും അറിയാം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഇങ്ങനത്തെ 5 വാല്യം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇത് വലുതാക്കി എഴുതിയിട്ട് ഉണ്ടാക്കുന്നത് നോക്ക്, വായിക്കാൻ പോലും സാധ്യമല്ല, അത്രയും ചെറുതാണ്. ഇതിലവർ പറയുന്നത് മുസ്ലിങ്ങൾ കൈവക്കാത്ത ഒരു ശാസ്ത്രശാഖയുമില്ല, ഒന്നുമില്ല. ഒരു കാര്യം ഒഴികെ, എന്താണ്? അവർ പ്രതിമകൾ ഉണ്ടാക്കാറില്ല. മനുഷ്യരൂപങ്ങൾ, ജീവികളുടെ രൂപങ്ങൾ ആ മേഖലയിൽ മാത്രം അവർ പിറകോട്ട് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് ഹറാമായത് കൊണ്ടാണെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇറക്കിയ പുസ്തകം മുന്നിൽ വെച്ച് ചോദിക്കുന്നു, ഞാനും നിങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഹബീബിനെ കുറിച്ച് എത്രത്തോളം പഠിച്ചു? നമുക്കെന്തറിയാം? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വ്യക്തികളെ കുറിച്ചും പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ പഠിക്കണമെങ്കിൽ 12ഓളം ശാസ്ത്ര ശാഖകൾ പഠിക്കണം. റസൂലുള്ളാഹിന്റെ അവിടുത്തെ അശ്ശമായിൽ, സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ചുള്ള ശമായിൽ എന്നറിയാം. ശമായിൽ അത് മാത്രം 1000ഓളം ഗ്രന്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം മാത്രം വർണ്ണിക്കുന്ന, അവിടുത്തെ ശരീരഘടന വർണ്ണിക്കുന്ന 1000ഓളം കിതാബുകൾ. 12ഓളം ശാസ്ത്രശാഖകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അള്ളാഹിന്റെ ഹബീബിനെ, അവിടുത്തെ ജീവിതത്തെ മാത്രം ഉദ്ധരിച്ച് 12 ശാഖകളുണ്ട് അവിടെ. അത് പഠിക്കുമ്പോഴാണ് അവിടുത്തെ ചരിത്രം അല്പമെങ്കിൽ നമുക്ക് തിരിയുക. ഇത് നമ്മൾ ആകെ കുറഞ്ഞ ഭാഗങ്ങൾ പഠിക്കും, നമ്മളെല്ലാം പഠിച്ചു എന്ന് കരുതുകയാണ്. ഞാൻ തീരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനം, ഹബീബിനെ കുറിച്ച് പഠിക്കാനും എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നടക്കാനുമുള്ള ഒരു പ്രചോദനമായി ഈ പരിപാടി അല്ലാഹുവേ നീ മാറ്റിത്തരണേ റഹ്മാനെ. അവിടത്തോടൊപ്പം നാളെ ആഖിറത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാനുള്ള ഒരു സബബായി ഇതിനെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ റബ്ബേ. മറ്റൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ തരല്ലേ അല്ലാഹ്. ഇനിയും ഞാനിത് വിശദീകരിക്കുന്നില്ല ഈ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കുറച്ച് സമയം പിടിക്കാം ഈ പോയിന്റ് വിശദീകരിക്കാൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ലോകത്ത് വിളംബരം ചെയ്യപ്പെടും പോലെ മറ്റൊരു നേതാവിന്റെ പേരും ലോകത്ത് വിളംബരം ചെയ്യപ്പെടുന്നില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ പറയുന്നത്, പുതിയ മാറ്റർ ഒന്നല്ല. ഈ പള്ളിയിൽ നിന്ന് 5 നേരത്തെ ബാങ്കിൽ മാത്രം 10 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു പറഞ്ഞു. 10 പ്രാവശ്യം, 5 നേരങ്ങളിലെ 10 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. ഒരൊറ്റ സ്ഥലത്തുനിന്ന് മാത്രം. ഇന്ത്യയിൽ നിന്നല്ല, സൗദിയിൽ നിന്നല്ല,
ബഹ്റൈൻ, ഖത്തർ, അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ, നേപ്പാൾ, ലോകത്തിന്റെ നാനാഭാഗത്തും വിളിച്ചു പറയപ്പെടുന്ന 24 മണിക്കൂറും വിളിച്ചു പറയപ്പെടുന്ന ലോക ചരിത്രത്തിലെ ഒരേ ഒരു വിരിശൻ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. മറ്റാരും ലോക ചരിത്രത്തിലില്ല. മനസ്സിലാക്കണം, ആരുമില്ല ഇതുപോലെ വിളിച്ചു പറയപ്പെടും. ഇനി കേട്ടോ, വെറും ബാങ്കിലൂടെ മാത്രമൊന്നല്ല. നമ്മളിപ്പോ യാനബി കേട്ടു, നല്ല സുന്ദരമായ യാനബി കേട്ടു, അതിൽ മാത്രമൊന്നല്ല പലതും. ഇനി ആ പ്രശംസ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരൊറ്റ ഭാഗത്തേക്ക് മാത്രം കിടക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ഹബീബിനെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സ്ഥലത്ത്, വിവിധ രാഷ്ട്രങ്ങളിൽ ജപ്പാനിലൊക്കെ നടന്ന ബുറുദ സദസ്സുകൾ ഞങ്ങൾ അമ്പരന്ന് പോയി. അത് കൊണ്ടുവരാൻ പറ്റിയില്ല, അതിലുണ്ടോന്ന് അറിയില്ല. ജപ്പാനിലും മൊറോക്കോയിലും ലോകത്തിന്റെ നാനാഭാഗത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് നടക്കുകയാണ്. അവിടുത്തെ വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. മനസ്സിലാക്കണം, മുമ്പ് നമ്മൾ കേട്ടത് ഇവർ കേരളത്തിലൊന്നുമില്ല. ഈ നോക്കിയ സ്ഥിതിക്ക് മണിക്കൂറുകൾ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് 2-3 രാഷ്ട്രത്ത് പോകാൻ ഭാഗ്യം ലഭിച്ചു. അതിൽ ബഹ്റൈനിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് ഷെയ്ഖ് റാഷിദ് അൽ മുരീഹി പങ്കെടുത്ത ഒരു സദസ്സ്. ആ 4 മദ്ഹബിലും ഒരുപോലെ ഫത്വ കൊടുക്കാൻ കൈവുള്ള പണ്ഡിതനാണ് അദ്ദേഹം. എന്താണ് അവരൊക്കെ മൗലിദ്, സുബ്ഹാനല്ലാഹ്. അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആയത്ത് സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ഭാഗത്തെ ആയത്ത് ഉദ്ധരിച്ചു. ഇതുവരെ അങ്ങനത്തെ ഒരു തഫ്സീർ ഞാൻ കേട്ടിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് പറയാണ്, വല്ലദീന മഅ മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന മഅ മിന മഅ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അശിദ്ദാ വലൽ കുഫാർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റഹമാഹു ബൈനഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തറാൻ റുക്അൻ സുജ്ജദ അലി ഇബ്നു അബീ താലിബ്. 4 ഖുലഫാ റാഷിദീങ്ങളെയും അയിമ്മത്തുൽ അർബ, അക്താബുൽ അർബ, ഇതെല്ലാം ഒരൊറ്റ ആയത്തിന്ന് കട്ട് ചെയ്ത് പുറത്തിട്ട് വന്നു. സുബ്ഹാനല്ലാഹ്, തക്ബീറിൽ പോയി. മനസ്സിലാക്കണം, ലോകത്തിന്റെ നാനാഭാഗത്ത് പാടുകയാണ്. അമേരിക്കക്കാർക്ക് പാടുന്ന കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജാപ്പാനീസ് ഈ ബുറുദ ഉണ്ടല്ലോ, ബുറുദന്റെ ഒരു വരി എന്ത് ചെയ്യും അവര് അറബിയിൽ, അടുത്ത വരി അവരുടേതായ ഭാഷയിൽ. എന്തൊരു ഭാഷ! മൊറോക്കോയിലും ഇറ്റലിയിലും. ഞങ്ങൾ തന്നെ സത്യത്തിൽ ഇത്രത്തോളം ഉണ്ടോ എന്നുള്ളത് ആലോചിച്ചു പോയി. എത്രയൊക്കെ ഇതിന്റെ ചുരുങ്ങിയ ഭാഗങ്ങൾ മാത്രം ഇപ്പം കാണിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. حبه الغالي أقام. اللهم صل عليه في فؤادي يا سلام. اللهم صل عليه. حبه الغالي أطال. اللهم صل عليه في فؤادي يا سلام. اللهم صل عليه. نور المصطفى نور المصطفى ملأ الأكوان ملأ الأكوان. رسول الله يا حبيب الله يا حبيب الكبرياء يا أهلا وسهلا مرحبا مصطفى مجتبى أهلا وسهلا مرحبا. النبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك صلوات الله عليك. تو میرے گھر میں اجالا ہوگا. مرحبا لال کی آمد مرحبا لال کی آمد مرحبا مکی کی آمد مرحبا مکی کی آمد مرحبا 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 بولو مرحبا 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 بولو. القلب الجريح عودنا قدام الطريح
to Adam form, he who was the purest hair. How justice I am lost, my actions give me away, but his mercy to the world proclaims hope eternally. Pray my Lord and grant your blessings always eternally upon Muhammad, his companions and his family. وتغتفر الخطايا والذنوب فلي طرف لمرآه مشوق ولي قلب إلى الحبيب تميل ومعي بذلك شاهد ودليل. ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും മക്കയിൽ നിന്നുള്ളൊരു സംഘം ഈ അടുത്ത് കേരളത്തിൽ വന്നിരുന്നു. നമ്മളൊക്കെ അത് കേട്ടതാണ്. ഇവിടെ പറഞ്ഞു വന്നത് ലോകത്തിന്റെ നാനാഭാഗത്തും അവിടുത്തെ വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് കേട്ടത് ഈ മൗലൂദൊക്കെ കേരളത്തിലെ ചില ഉസ്താദന്മാരുടെ പണിയാണെന്നാണ്. ഇവിടെ തലയെക്കെട്ടുള്ളവരും തൊപ്പിയുള്ളവരും തൊപ്പി ഇല്ലാത്തവരും എല്ലാവരും, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് അവര് തനി പാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്ന ആളുകൾ വരെ അവരുടെ രസത്തിനൊക്കെ പാടുന്നത് ബുറുദയാണ്. ബുറുദ നമ്മൾ എത്ര പേർ അത് ആസ്വദിച്ചു. ഒരു ബുറുദ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഉസ്താദുമാരുടെ പണിയാണെന്നാണ് എല്ലാവരുടെയും ധാരണ. ഇൻഷാ അല്ലാഹ് ആ ട്രെൻഡ് ഇപ്പോൾ മാറി വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഇനി അവിടെ പറയുന്നത് ഇത് കേവലം മുസ്ലിങ്ങൾ മാത്രം പറയുന്നതല്ല. ഇനിയാണ് ആ വിഷയം ഞാൻ പരാമർശിക്കുന്നത്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ഏകദേശം 9 മണിയായി. ഒരു 3 പോയിന്റ് എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇത് ഞാൻ പറയുകയാണ്, തോമസ് കാർലൈൻ പറഞ്ഞതും ഡോക്ടർ ആനി ബസന്റ് പറഞ്ഞതും ഒരുപാട് പേര് പറഞ്ഞതും ഇതൊക്കെ ഞാൻ പരാമർശിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ടൈമൊന്നും മതിയാവുകയില്ല. അതുകൊണ്ട് വളരെ ചുരുക്കുകയാണ്.
ഡോക്ടർ ആനി ബസൻ, പിന്നെ ലാമാറ്റിൻ, പ്രൊഫസർ കെ എസ് കൃഷ്ണറാവു, സ്വദേശിമാൻ രാമകൃഷ്ണപിള്ള, ഡോക്ടർ സുകുമാർ അയ്യക്കോട്. അദ്ദേഹം പറഞ്ഞ നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടോട് അദ്ദേഹം പറഞ്ഞ ഒരു ശൈലി, പ്രസംഗത്തിന് അപാരമായ ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു സുകുമാർ അയ്യക്കോട് സാർ. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം ശ്രദ്ധിക്കും. ദർശനം, സമൂഹം, വ്യക്തി എന്നുള്ള ലേഖന സമാഹാരത്തിൽ അദ്ദേഹം പറയുന്നു, അറബിക്കപ്പലെന്ന് നാം ഒക്കെ കേട്ടിരിക്കും, അറബിക്കടലെന്നും കേട്ടിരിക്കും, അറബിക്കാറ്റെന്ന് കേട്ടിരിക്കാൻ വഴിയില്ല. അറബിക്കടലും അറബിക്കഥ പോലും നശ്വരങ്ങളാണ്. അറബിക്കാറ്റ് അനശ്വരമാണ്. അത് എന്നും വീശിക്കൊണ്ടിരിക്കുന്ന മഹാചൈതന്യമാണ്. അത് 14 നൂറ്റാണ്ട് മുമ്പേ അറേബ്യയിൽ നിന്നും പുറപ്പെട്ടു എന്ന് ഹബീബിന്റെ ആ ഇസ്ലാമിക ദർശനത്തെ പറ്റി വളരെ സംഗീതാത്മകമായി കൊണ്ട് തന്നെ സുകുമാർ അയ്യക്കോട് അവതരിപ്പിക്കുകയാണ്. ഇനി KP കേശവമേനോന്റെ കാണിക്കാനുണ്ട്. അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം പറഞ്ഞ പദം കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവം എന്ന പുസ്തകത്തിൽ 7ാം ഭാഗം, തൃശൂർ 3ാം പതിപ്പ്, പേജ് 58. അതാ വരുന്നു സത്യത്തിന്റെ സന്ദേശവാഹകനായ മുഹമ്മദ്. നിങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മതത്തിൽ എന്ത് നന്മയാണ് ഉണ്ടാവുക? നന്മയില്ലെങ്കിൽ അതെങ്ങനെ ജീവിക്കുന്നു? നല്ലതേ പുലരൂ, അത് മാത്രമേ നിലനിൽക്കൂ, കാരണം നല്ലതിനെ നിലനിൽപ്പുള്ളൂ എന്ന് സ്വാമി വിവേകാനന്ദജി പറയുന്നു. ഇനി മലയാള കവിത. ഈ മലയാള കവിത നമ്മൾ ഇത്രത്തോളം ഉണ്ടോ എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചു പോകും. ഞങ്ങളത് പിന്നെ ഏകദേശം 9ഓളം കവികളുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പാംസു സ്നാനം, വള്ളത്തോൾ നാരായണ മേനോൻ, അനുകമ്പ ദർശനത്തിൽ ശ്രീ നാരായണ ഗുരു, ദിവ്യപുഷ്പം മഹാകവി ശ്രീ ജി ശങ്കരക്കുറിപ്പ്, സ്തുതിക്കപ്പെട്ടവൻ സുകുമാര കക്കാട്, ഇരുട്ടിലെ വെളിച്ചം വിദ്യാൻ സൂര്യൻ എഴുത്തച്ഛൻ, റസൂൽ അവതാരം കെ അപ്പുണ്ണി നായർ, കനിവിന്റെ ഉറവ പത്മന രാമചന്ദ്രൻ നായർ, പ്രവാചകരുടെ വിയോഗം കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ, കരുണാകരം CV ഉണ്ണിനാണ് നായർ. ഇങ്ങനെ ഒരുപാട് പറയാനും. ഇനി ഞാൻ സുകുമാർ കക്കാടിന്റെ ഏതാനും വരികൾ ഒന്ന് ചെറുങ്ങനൊന്ന് പാടാം. നമുക്ക് അവരെങ്ങനെയാണ് ആ പാട്ട് പാടിയെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കേട്ടോളൂ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലടിഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പൊളിച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനങ്ങളാക്കിയ നായക. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് സുന്ദരമായി പാടുകയാണ്. തീർന്നില്ല. ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ അനുകമ്പാ ദർശനം, മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി, കോഴിക്കോട്, 1985, പേജ് 514. ഇത്ര സുന്ദരമായാണ് അദ്ദേഹം പറഞ്ഞത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രരോ, കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ. എന്തൊരു സുന്ദരമായ വരികൾ! ഇങ്ങനെ എത്ര വേറെയും ചില വിഷയങ്ങൾ പറയാം. മലയാള ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും മലയാള ഭാഷയുടെ പിതാവ്, നമുക്കെല്ലാവർക്കും ആദരണീയനായ എഴുത്തച്ഛനാണ്. അദ്ദേഹം ആദ്യമായി രചിച്ചത് കിളിപ്പാട്ട് ശൈലിയിലാണ്. അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ ആദ്യമായി കവിത രചിച്ച അദ്ദേഹമാണ്. അദ്ദേഹം കിളിപ്പാട്ട് ശൈലിയിൽ കവിത രചിക്കുന്നതിന്റെ 50 വർഷം മുമ്പ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അവദാനങ്ങൾ പാടിപ്പുകയ്ത്തുന്ന മൊഹീദ്ദീമാല ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട് 50 വർഷം മുമ്പ്. അത് കിളിപ്പാട്ട് ശൈലിയാ, കിളിപ്പാട്ടിന്റെ ശൈലി. തീർന്നില്ല. കിളിപ്പാട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് കേട്ടോ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട്. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടോ ഞാൻ, നാളിക നേത്രനെ കണ്ടിങ് പോരുവാൻ, വല്ല നിലത്തിനോം എന്നെ വിളിപ്പോക്ക്, വൈകൂട ഉത്തീരം നൽകും ഞാനെന്നോവർ. ഇത്